മഴ തോരും മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വല്യപ്പച്ചൻ വിളിച്ച് സ്റ്റാൻഡിലെ വഴക്ക് പറയണു. എടാ, ഞാൻ എത്ര തവണ പറഞ്ഞു, നിൻ്റെ ഭാര്യയും മക്കളും ബന്ധുക്കളും നിൻ്റെ അനിയന്മാരും അവരോടൊക്കെ നീ എന്തുത്തരം പറയും? അതൊന്നും എനിക്ക് അറിയേണ്ട കാര്യമില്ല അപ്പച്ച. ഞാൻ നല്ലോണം ആലോചിച്ചെടുത്തൊരു തീരുമാനമാണിത്. എൻ്റെ മകൾ ഇനി എൻ്റെ കൂടെ തന്നെ നിന്നാൽ മതി. എടാ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. ഞാൻ വന്ന് അവളെ പുനലൂർക്ക് കൊണ്ടുപോകാം. കുറച്ച് ദിവസം ഇവിടെ നിർത്താം. ചിന്നമരനിയത്തിയുടെ മകളാണെന്നോ, എൻ്റെ സഹോദരിയുടെ മകളാണെന്നോ, മകളുടെ മകളാണെന്നോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാം. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമുക്ക് അവളെ അവിടുന്ന് മാറ്റാം. എന്ന് വെച്ചാൽ നോക്കും, എന്ന് വെച്ചാൽ നീ ഉദ്ദേശിക്കുന്ന പോലെ മോശമായിട്ടല്ല. അവൾക്ക് 23 വയസ്സായി എന്നല്ലേ പറഞ്ഞത്. നമ്മൾക്ക് കല്യാണം കഴിപ്പിച്ചയക്കാം. എന്താന്ന് ചോദിക്കും. അതിനല്ല ഞാൻ അവളെ ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവന്ന് നിർത്തിയേക്കണത്. എൻ്റെ കൂടെ നിർത്താനാണ്. അപ്പച്ചൻ കൂടുതലൊന്നും പറയണ്ടെന്ന് പറയും. എന്നാൽ പിന്നെ ഞാൻ വന്നിട്ട് തീരുമാനിക്കാം എന്ന് പറഞ്ഞ് അങ്ങ് ഒരു ഫോൺ വയ്ക്കും. അതിനുശേഷം നമ്മുടെ അലീന മൊബൈലിൽ പാട്ട് കേട്ടിരിക്കുന്നത്. അപ്പോൾ ഡോറിങ്ങനെ മുട്ടുന്നുണ്ട്. അപ്പോൾ അലീന ചെന്ന് കഥവ് തുറക്കും. പേപ്പർ കൊടുത്തിട്ട് പറയും. അതിന് മുന്നേ പറയും ഗുഡ് മോർണിംഗ് അലീന എന്ന് പപ്പ പറയും. അപ്പോൾ ഗുഡ് മോർണിംഗ് എന്ന് പറയും. അലീനയ്ക്ക് ഇവിടെ ബോറടിച്ച് തുടങ്ങിയോന്ന് പറയും. എനിക്ക് ഇവിടെ ഉള്ളവരായിട്ടൊന്നും അധികം അടുപ്പില്ലല്ലോ എന്ന് പറയും. എല്ലാം കാണിച്ചു തന്നില്ലേ പൗലോസും മാൻ്റപ്പനൊക്കെ എന്ന് പറയും. അതൊക്കെ കാണിച്ചു തന്നു, പക്ഷെ ആരായിട്ടും അധികം പരിചയമില്ലല്ലോ. പേപ്പർ വായിക്കുമെന്നുണ്ടെങ്കിൽ എടുത്തോന്ന് പറയും. അപ്പോൾ ഇംഗ്ലീഷ് പേപ്പറോ? എന്താ ഇംഗ്ലീഷ് വായിക്കാൻ അറിഞ്ഞൂടെ? +2 വരെയും പഠിച്ചെന്നല്ലേ പറഞ്ഞത് എന്ന് പറയും. +2 വരെയും പഠിച്ചു. ഞാൻ മലയാളം മീഡിയമല്ലേ പഠിച്ചത്. അതുകൊണ്ട് വായിച്ചാലും ഇതിൻ്റെ അർത്ഥമൊന്നും എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. പറഞ്ഞല്ലോ ഞാൻ ഓർഫനേജിലല്ലേ എന്ന് പറയും. അറിയാം. ഇനി അത് പറയണ്ടെന്ന് പറയും. പിന്നെ ഇവിടെ അത്ര പിടിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടല്ലേ എന്ന് പറയും. അപ്പോൾ അലീന ഒന്നും മിണ്ടില്ല. അലീന മിസ്റ്റർ മേനോനെ ഇടയ്ക്കിടയ്ക്ക് അച്ഛാന്ന് വിളിക്കുന്നത് കേട്ടല്ലോ. എന്നെ പപ്പാന്ന് ഇതുവരെയും വിളിച്ചിട്ടും ഇല്ല എന്ന് പറയും. അത് അച്ഛൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് മോളെ എന്ന് വിളിക്കുന്നത് കേട്ടോ എന്ന് ചോദിക്കും. അത് തേനിൽ ചാലിച്ചിട്ടുള്ള ആ വെളിയെന്ന് പറയും. മനസ്സിലായി എന്ന് പറയും. അപ്പോൾ അലീന എന്നായിട്ട് കുറച്ചും കൂടെ അടുക്കാനുണ്ടല്ലേ എന്ന് ചോദിക്കും. ഉള്ളിൽ നിന്ന് ഉറവ പോലെ പൊട്ടി വരേണ്ടതാണ് സ്നേഹം, അല്ലാതെ നമ്മൾ വെറുതെ അഭിനയിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് പറയും. അതും ശരിയാണ്. അലീന എൻ്റെ എസ്റ്റേറ്റ് ഒന്നും കണ്ടിട്ടില്ലല്ലോ. നാളെ നിന്നെ ഞാൻ അവിടെയൊക്കെ കൊണ്ടുപോകാട്ടാന്ന് പറയും. ശരി എന്ന് പറയും. എന്നിട്ട് വീണ്ടും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കണം. പപ്പ കൈ നീട്ടുമ്പോൾ മകളും വിഷമമൊന്നും കൂടാതെ ഷെയ്ക്ക് ഹാൻഡൊക്കെ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ബബിത എന്താ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വൈജയന്തി മുകളിലേക്ക് നോക്കി ബാലചന്ദ്രൻ്റെ വരവും പ്രതീക്ഷിച്ച് ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പോടെ അവിടെ നിൽക്കുകയാണ്. അപ്പോൾ കൃഷ്ണമോള് എന്ന് പറയും, എന്താണ്? ചേച്ചിയോട് ചോദിക്കും, എന്താ കുറച്ച് നേരമായല്ലോ, അച്ഛനെ കാത്തിക്കണാണോ യുദ്ധം വെട്ടാൻ? അത് തോന്നുന്നുണ്ടെന്ന് പറയും. അമ്മ എന്തിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേന്ന്? എൻ്റെ ഇടയിൽ എനിക്ക് നടന്നാൽ അമ്മയുടെ കാല് പൊള്ളിയിട്ടുണ്ടോ എന്ന് ചോദിക്കും. എൻ്റെ കാലോ എന്ന് ചോദിക്കും. അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരമായി ഇങ്ങനെ സ്പീഡിൽ നടക്കണേന്ന് പറയും. ഞാൻ നിൻ്റെ അച്ഛന്മാരാന്ന് നോക്കിക്കണമെന്ന് പറയും. എന്താ അമ്മനെ സിനിമയ്ക്ക് കൊണ്ടുപോകാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ഇതേ പ്രായത്തിനും ഇളയതെന്നൊന്നും ഞാൻ നോക്കൂല, മോന്തയ്ക്കൊന്ന് തരുമെന്ന് പറയും. നിൻ്റെ അച്ഛനോടേക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് പറയും. ചോദിച്ചിട്ട് ഒരടി അകലം നീങ്ങി നിന്നിട്ട് ചോദിച്ചോളൂട്ടാ, അല്ലെങ്കിലേ വെറുതെ അവനാൻ്റെ ശരീരം കേടാക്കണ്ടെന്ന് പറയും. അപ്പോഴത്തേനും ബാലചന്ദ്രൻ മുകളിൽ നിന്ന് ഇറങ്ങി വരും. ബാലചന്ദ്രൻ അവിടെ നിന്നേന്ന് പറയും. എന്താന്ന് ചോദിക്കും. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എനിക്ക് അത് കേൾക്കാനുള്ള താല്പര്യമൊന്നുമില്ല എന്ന് പറയും. കേൾക്കണം. മറ്റവൾക്ക് കൊടുത്ത കണക്കുകൾ ചോദിക്കാൻ. അവൾക്ക് 15 പവൻ്റെ സ്വർണം കൊടുത്തോ? 10,000-ൽ മേലെയുള്ള പൈസയ്ക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കൊടുത്തോ? 50,000 രൂപ ബാങ്ക് ഡെപ്പോസിറ്റ് ചെയ്തോന്ന് ചോദിക്കും. ചെയ്തു എന്ന് പറയും. ഇതൊക്കെ ആരോട് ചോദിച്ചിട്ട്? കുടുംബസ്വത്തെടുത്തും കഴിഞ്ഞിട്ട് അവൾക്ക് ഇത്രമാത്രം കൊടുക്കാനൊരു വേലക്കാരിയല്ല അവള്, അല്ലാതെ വേറെ ആരും ഒന്നല്ലല്ലോ. ഇതിനു മുന്നേ എത്രയോ വേലക്കാരികളോട് നിന്നു. കുഞ്ഞുമോള്, ലീല, കോമള, കൗസല്യ, അങ്ങനെ ഓരോ പേര് പറയുന്നത്. അവർക്ക് ആർക്കും ഒരു 100 രൂപ പോലും നിങ്ങൾ കൊടുത്തിട്ടില്ലല്ലോ എന്ന് പറയും. അവർക്കൊക്കെ നീയല്ലേ കൊടുത്തത്, ഇവൾക്ക് കൊടുത്തത് ഞാനാണെന്ന് പറയും. പിന്നെ ഇത്രയും എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. ഞാനൊരു ഹാർട്ട് പേഷ്യൻ്റാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴെങ്കിലും തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ ബാക്കി അവൾക്ക് കൊടുക്കണം. ഒരു 10-15 ലക്ഷമെങ്കിലും കൊടുക്കാനാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഇപ്പം ഇത്രയും കൊടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് ബാക്കി നീ കൊടുത്തോളണം എന്ന് ബാലചന്ദ്രൻ പറയും. പിന്നെ നിന്നെ ബോധിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല, എനിക്ക് എൻ്റെ കയ്യിലെ പൈസ എടുത്ത് കൊടുക്കാമെന്ന് പറയും. ഇത് എൻ്റെ മക്കൾ അനുഭവിക്കേണ്ടതാണെന്ന് പറയും. എൻ്റെ മക്കൾക്കില്ലാത്ത പരാതി നിനക്ക് എന്തിനടിയെന്ന് ചോദിക്കും. എന്ന് ചോദിച്ച് ഇങ്ങനെ കൂടുതൽ ഭരിക്കാനൊന്നും വരണ്ട എന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് പോകണം. അങ്ങനെ വൈജയന്തി ആകെ ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കണ്. എല്ലാ കാര്യം ഉണ്ടായിരുന്നു അതൊക്കെ കേൾക്കണ്ടേ? അല്ലെങ്കിൽ ചേച്ചി കൊടുത്തതേ കൂടുതലല്ല, കുറവണെന്ന് അച്ഛൻ പറഞ്ഞില്ലേ? അത്രയധികം കാര്യങ്ങളാണ് ഈ കുടുംബത്തിന് വേണ്ടി ചെയ്തത്. എൻ്റെ കയ്യിൽ നിന്ന് കിട്ടും, മാറിപ്പോക്കോ നീ. എന്തുട്ടിട്ട് കുടുംബത്തിന് വേണ്ടി ചെയ്തത്? നിങ്ങൾക്ക് ആരെങ്കിലും അവൾ സ്വർണ്ണം മുട്ടയാണ് പുഴുങ്ങി തന്നത് രാവിലെ എന്ന് പറയും. അതിലും മേലെയാണെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടും.
പിന്നെ അതിന് ശേഷം കാണിക്കുന്നത് അവതക്കുട്ടി ചായം വരണം. അപ്പോൾ ബൈജും ആൻ്റപ്പനും അവിടെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ എന്താണ് പുതിയ വല്ല ഇനം ഇവിടെ ഉണ്ടോ എന്ന് ചോദിക്കും. ഏയ് അകത്ത് കയറാൻ പറ്റാത്തതിനൊന്നുമില്ല, പിന്നെ ഒരെണ്ണുള്ളതൊരു പെണ്ണാണെന്ന് പറയും. അതിനിത്തിരി പേടിക്കണം എന്ന് പറയും. അതിനെ ഞാൻ പേടിച്ച് നോക്കാം, പേടിക്കണോ വേണ്ടേന്ന്. അതിന് ഇരു ചെവി അറിയാതെ ഇവിടെ നിന്ന് പറഞ്ഞയക്കാനുള്ള മാർഗ്ഗമൊക്കെ എനിക്കറിയാമെന്ന് പറയും. അങ്ങനെ ആയാൽ നല്ലത് എന്ന് പറയും. കാറിന് വല്ല കുഴപ്പമുണ്ടോ അവതക്കുട്ടി ചായ എന്ന് ബൈജി ചോദിക്കും. കാറിന് ചെറിയൊരു സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ, നീ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യുമെന്ന് പറയും. എന്നിട്ട് അകത്തേക്ക് ഇങ്ങനെ പോകണം. പട്ടികൾ വേറെ കൂടുതലുണ്ടോ എന്നൊക്കെ അറിയാനാണ് ചോദിക്കുന്നത്. ഓരോ ദിവസം ഓരോ നായ്ക്കളൊക്കെയാണല്ലോ കൊണ്ടുവരുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ മോൻ അവിടെ നിന്ന് നീ കാലത്തെ തുടങ്ങിയോ മദ്യപിക്കാൻ ചോദിക്കും. ഇല്ല പച്ച, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് പറയും. അപ്പച്ചനെ ഒഴിക്കട്ടെ എന്ന് പറയും. എനിക്ക് വേണ്ട. അതെന്താ, അവരൊന്നും അപ്പച്ചന് മദ്യം തരാറില്ലേന്ന് ചോദിക്കും. അവരൊരു തൊണ്ട നനയ്ക്കാൻ തന്നെങ്കിൽ ഇപ്പം ഞാൻ അതിനല്ല വന്നത്, അവളിവിടെ നിന്ന് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ടെന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ അപ്പച്ച, 10-23 വർഷം അവൾ അനാഥാലയത്തിൽ കഷ്ടപ്പെട്ട് ജീവിച്ച ഇനി എൻ്റെ മകളെ എൻ്റെ കൂടെ നിർത്താനാണ് എൻ്റെ തീരുമാനം, അതിലൊരു മാറ്റവും ഇല്ല എന്ന് പറയും. എടാ നീ സ്വന്തം മകളോടില്ലാത്ത, സ്വന്തം ഭാര്യയോടും മക്കളോടില്ലാത്ത എന്ത് സ്നേഹമുണ്ടാ നിനക്ക് ഇവളോടുള്ളത്? നിൻ്റെ ആകെ ഒരു കാര്യത്തിന് മാത്രം ഞാൻ എതിര് നിന്നിട്ടുള്ളൂ, പണ്ട് 23 വർഷത്തിന് മുന്നേ ആ പാലക്കാരി പെണ്ണിനെ വിവാഹം കഴിക്കാൻ. ഇപ്പം അവൾക്ക് ജനിച്ച ഏതോ ഒരു കുഞ്ഞെന്നും പറഞ്ഞു കഴിഞ്ഞിട്ട് ഒരുത്തി വന്നപ്പോൾ അവളെ നീ സ്വീകരിച്ചു. ഇതിനും ഞാനെതിരെ തന്നെയെന്ന് പറയും. അപ്പച്ചനല്ല ഈ ലോകം മുഴുവൻ എതിര് നിന്നാലും അലീനെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞയക്കില്ല എന്ന് അയാളും തീർത്ത് പറയും. കാണാമെന്ന് പറയും. എന്തായാലും അപ്പച്ചൻ ഇത്തിരി ഒരെണ്ണം അടിക്കുകയെന്ന് പറയും. അങ്ങനെ അയാൾ നിർബന്ധിക്കുമ്പോൾ എന്നാൽ ഒരെണ്ണം ഒഴിക്കുകയെന്ന് പറയും. അങ്ങനെ ഒരെണ്ണം ഒഴിച്ചു കഴിയുമ്പോൾ അതിങ്ങനെ സ്പീഡിൽ വലിച്ചു കുടിക്കും അവതക്കുട്ടി ചായ. പറയും ഇതിനൊരു ഗുമ്മില്ലല്ലോടോ എന്ന് പറയും. പിന്നെ സിപ്പ് ചെയ്ത് ആസ്വദിച്ച് കുടിക്കേണ്ടതിന് പകരം വലിച്ചു കുടിച്ചാൽ എന്ത് രസമാണ് കിട്ടുക എന്ന് പറയും. ആസ്വദിച്ച് കുടിക്കണമെങ്കിൽ കുറച്ച് തേൻ മേടിച്ച് കുടിച്ചാൽ പോരെ, അല്ലാണ്ട് നിൻ്റെ ഈ ബ്രാൻഡി കുടിക്കണോ എന്നൊക്കെ ചോദിക്കും. എന്നിട്ട് പറയും അവളെവിടെയാന്ന് ചോദിക്കും. അവളിങ്ങോട്ട് വരില്ല പച്ച, അവൾ മുറിയിലാണ്. അതെന്താന്ന് ചോദിക്കും. അവൾ മദ്യപിക്കുന്നിടത്തേക്കോ പുകവലിക്കുന്നിടത്തേക്കോ വരില്ല, അവൾക്ക് വെറുപ്പാണെന്ന് പറയും. അവൾക്ക് അത്രയ്ക്ക് സാമർത്ഥ്യമായോ എന്ന് ചോദിക്കും. അവളിങ്ങോട്ട് വരുത്താനൊക്കെ എനിക്കറിയാമെന്ന് പറയും. അപ്പച്ചൻ വിചാരിക്കുന്ന പോലെ ഒരു പെൺകുട്ടിയല്ല അവള്, എൻ്റെ മോള്. കൃത്യമായ ഉദ്ദേശങ്ങളുണ്ട്, കൃത്യമായ തീരുമാനങ്ങളുണ്ട്, കൃത്യമായ കാര്യങ്ങൾ നടപ്പിലാക്കും. എല്ലാം അവൾ പറയുന്ന ഓരോ വാക്കിനും അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട്. അങ്ങനെ പഠിച്ച് ഒരു അനാഥാലയത്തിലാണെങ്കിലും അവൾ അച്ചടക്കത്തോടെ വളർന്നൊരു പെൺകുട്ടീന്. അവൾ തന്നെ എന്നോട് പറഞ്ഞതാണ്, ഞാൻ ജോലിക്കാരോട് എന്തിനാ മേനോൻ്റെ വീട്ടിൽ വേലക്കാരിയായി നിന്നതും അനാഥാലയത്തിൽ ജീവിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞത്, ഒരു സുപ്രഭാതത്തിൽ രാജകുമാരിയായിട്ട് നാളെ വേലക്കാരിയായിരുന്നു എന്നറിയുന്നതിനേക്കാൾ നല്ലത് വേലക്കാരിയായിരുന്നിട്ട് പിന്നീട് രാജകുമാരി ആയതാണ് എന്ന് പറയുന്നതല്ലേ നല്ലതെന്നാണ് എൻ്റെ മോൾ എൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചത്. അതുകൊണ്ട് അപ്പച്ചൻ എന്ത് തന്നെ പറഞ്ഞാലും ശരി, അവളെ ഞാനിവിടുത്തെ പറഞ്ഞയക്കില്ല എന്ന് പറയും. കാണാമെന്ന് പറയും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് പ്രമോഭാഗമാണ്. പ്രമോഭാഗത്തിലാണെങ്കിൽ നമ്മുടെ അലീന കഥക് തുറന്ന് വരുന്നത് ഇതാണ് അപ്പച്ചൻ്റെ സമാധാനം കെടുത്തിയ ആളെന്ന് പറയും. അങ്ങനെ നവതക്കുട്ടിച്ചായൻ ആകെ ഷോക്കേറ്റ പോലെ ആവണ്. നോക്കിയപ്പോൾ തൻ്റെ ഭാര്യ അതേ മുഖച്ചായ ചിന്നമ്മ എന്നിങ്ങനെ അയാൾ ഞെട്ടലോടെ പറയുന്നു. ചിന്നമ്മ എവിടെ പോയി എന്ന് ചോദിക്കേണ്ട, ഇത് തന്നെയാണെന്ന് പറയും. എന്നിട്ട് പിന്നെ കാണിക്കുന്നത് അലീനനെ കെട്ടിപ്പിടിച്ച് നല്ല സ്നേഹത്തോടെ തലോടുന്നതും കവിളിലുമ്മ വയ്ക്കുന്നതും അതുപോലെ തന്നെ അലീന ചായ ഉണ്ടാക്കി കൊടുക്കുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ അവതക്കുട്ടി ചായനെ അലീന കയ്യിലെടുത്തു എന്ന് തന്നെ വേണം പറയാം. തൻ്റെ ഭാര്യയുടെ മുഖച്ചായ ഉള്ളത് തൻ്റെ പേരക്കുട്ടിയാണെന്നുള്ള കാര്യം 100% ഉറപ്പായി അദ്ദേഹത്തിന്. അതോടുകൂടി അയാളുടെ എല്ലാ ദേഷ്യവും തീരുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.